അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ ടൈറ്റന്റെ മൂണിനെ നശിപ്പിക്കാൻ താനോസ് ഉപയോഗിക്കുന്നത് പവർ സ്റ്റോൺ ആണെന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ താനോസ് ടൈറ്റന്റെ മൂണിനെ നശിപ്പിക്കാൻ പവർ സ്റ്റോൺ ഉപയോഗിക്കുന്നതോടൊപ്പം സ്പേസ് സ്റ്റോണും ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തിനാകാം ഇവിടെ താനോസ് പവർ സ്റ്റോണിനോടൊപ്പം സ്പേസ് സ്റ്റോണും ഉപയോഗിക്കുന്നത്? പറയാം. അതായത് ഔട്ടർ സ്പേസിലാണല്ലോ ടൈറ്റന്റെ മൂൺ ഉള്ളത്. താനോസിന് പവർ സ്റ്റോൺ ഉപയോഗിച്ച് ഔട്ടർ സ്പേസിലുള്ള ടൈറ്റന്റെ മൂണിനെ നശിപ്പിക്കാം. എന്നാൽ ആ നശിക്കപ്പെട്ട ടൈറ്റന്റെ മൂണിനെ ടൈറ്റനിലേക്ക് തന്നെ വലിച്ചിടാൻ സ്പേസ് സ്റ്റോണിന്റെ സഹായത്തോടെ മാത്രമേ സാധിക്കൂ. അതായത് പവർ സ്റ്റോണിന്റെ എനർജിയെ ഔട്ടർ സ്പേസിലേക്ക് എത്തിക്കാനും ആ എനർജിയെ തിരികെ കൊണ്ടുവരാനും സ്പേസ് സ്റ്റോൺ വേണമെന്ന് അർത്ഥം. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറില് ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി അയൺമാനെയും ഡോക്ടർ സ്ട്രേഞ്ചിനെയും സ്പൈഡർമാനെയും താനോസിന്റെ ക്യൂഷിപ്പിൽ വെച്ച് ആക്രമിക്കുന്ന സമയത്ത് താൻ എർത്തിൽ നിന്നും വന്നതാണെന്ന് സ്റ്റാർ ലോർഡ് അറിയാത്തത് എന്തുകൊണ്ടാണ്? What master do you serve? What master do I serve? What am I supposed to say? Jesus? You're from Earth. I'm from Earth. I'm from Missouri. Yeah, that's on Earth. ഇതൊക്കെ വെറും ഒരു കോമഡി ആയിട്ട് തോന്നുമെങ്കിലും സ്റ്റാർ ലോർഡ് ഇവിടെ പറയുന്നതിലും കാര്യമുണ്ട്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സില് എർത്തിന്റെ മറ്റൊരു പേരാണ് ടെറ. പീറ്റർ ക്വിൽ അഥവാ സ്റ്റാർ ലോർഡിന് എർത്ത് എന്ന പ്ലാനറ്റ് അറിയപ്പെടുന്നത് ടെറ എന്ന പേരിലാണ്. സ്റ്റാർ ലോർഡിന് ഇത്ര മാത്രം അറിയാം, അതായത് ടെറ എന്ന പ്ലാനറ്റിലെ മിസോറി എന്ന സ്ഥലത്ത് നിന്നാണ് താൻ വന്നതെന്ന്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ ടൈറ്റനിൽ വെച്ച് താനോസിന്റെ അറ്റാക്കിനെ പ്രതിരോധിക്കാൻ ടോണി സ്റ്റാർക്ക് അഥവാ അയൺമാൻ ഉപയോഗിക്കുന്നത് നാനോ പാർട്ടിക്കിൾസ് കൊണ്ട് നിർമ്മിച്ച ഷീൽഡ് ആണ്. നാനോ പാർട്ടിക്കിൾസ് കൊണ്ട് നിർമ്മിച്ച ഷീൽഡ് എപ്പോഴൊക്കെ ടോണി സ്റ്റാർക്ക് ഉപയോഗിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നാനോ പാർട്ടിക്കിൾസ് അതിൽ നിന്നും സെപ്പറേറ്റ് ആവുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നാനോ പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ആവുന്ന കാരണം ടോണി സ്റ്റാർക്കിന്റെ സ്യൂട്ടില് ചെറിയ ഹോൾസ് ഉണ്ടാകുന്നുണ്ട്. ഈ കാരണം കൊണ്ടാണ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമില് ടോണി സ്റ്റാർക്ക് തന്റെ ഷീൽഡ് നാനോ പാർട്ടിക്കിൾസിന് പകരം എനർജി ഷീൽഡ് ടെക്നോളജി വെച്ച് അപ്ഗ്രേഡ് ചെയ്തത്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ താനോസിനെ കൊല്ലാൻ ശ്രമിക്കുന്നതിന് മുൻപ് ലോക്കി തോറിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, I assure you, brother, the sun will shine on us again. അത് പറഞ്ഞതിന് ശേഷം താനോസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു വെപ്പൺ ലോക്കി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ലോക്കി ഇവിടെ തോറിന് താനോസിനെ എങ്ങനെ കൊല്ലണമെന്നും താനോസിനെ കൊല്ലാനായിട്ട് ഒരു വെപ്പൺ ക്രിയേറ്റ് ചെയ്യണമെന്നും ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു മെസ്സേജ് കൊടുത്തതാകാം. ഇവിടെ ലോക്കി പറയുന്ന ദ സൺ എന്നത് നിടവല്യറിനെ ആകാം സൂചിപ്പിക്കുന്നത്. പിന്നീട് ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയുടെ പക്കലേക്ക് തോർ എത്തുന്ന സമയത്ത് തോറിന്റെ മൈൻഡില് ആകെ ഉണ്ടായിരുന്നത് തനിക്ക് എങ്ങനെയെങ്കിലും നിടവല്യറിലേക്ക് പോകണമെന്നും താനോസ് കില്ലിംഗ് വെപ്പണായ സ്റ്റോം ബ്രേക്കർ ഉണ്ടാക്കിയെടുക്കണമെന്നുമാണ്. എന്നാൽ ലോക്കി കൊടുത്ത ഒരു ഐഡിയ മാത്രം തോറിന് മനസ്സിലായില്ല. അതായത് ലോക്കി താനോസിന്റെ തലയെടുക്കാനാണ് ശരിക്കും തോറിന് കാണിച്ചു കൊടുത്തത്. സ്റ്റോം ബ്രേക്കർ എന്ന താനോസ് കില്ലിംഗ് വെപ്പൺ ഉണ്ടാക്കിയെടുത്തെങ്കിലും തോർ താനോസിന്റെ തലയ്ക്ക് പകരം നെഞ്ചത്താണ് സ്റ്റോം ബ്രേക്കർ കുത്തിയിറക്കുന്നത്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ ടൈം സ്റ്റോൺ കളക്ട് ചെയ്യാൻ എബണി മൗ എർത്തിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെ ടോണി സ്റ്റാർക്ക് ടൈം സ്റ്റോൺ തന്റെ പോക്കറ്റിലിടാൻ ഡോക്ടർ സ്ട്രേഞ്ചിനോട് പറയുന്നുണ്ട്. എന്നാൽ ഡോക്ടർ സ്ട്രേഞ്ച് അത് അത്ര കാര്യമാക്കിയില്ല. ടൈം സ്റ്റോൺ നമുക്ക് ആവശ്യമായിട്ട് വരുമെന്ന് ടോണി സ്റ്റാർക്കിനോട് ഡോക്ടർ സ്ട്രേഞ്ച് പറയുന്നുണ്ട്. എന്നാൽ ടൈം സ്റ്റോൺ ഉപയോഗിക്കുന്നതിന് മുൻപ് എബണി മൗ ഡോക്ടർ സ്ട്രേഞ്ചിനെ പിടികൂടുന്നു. സോ ഈ കാരണം കൊണ്ടാണ് ടൈറ്റനിൽ വെച്ച് താനോസിനോട് പോരാടുന്ന സമയത്ത് ഡോക്ടർ സ്ട്രേഞ്ച് ടൈം സ്റ്റോൺ ഹൈഡ് ചെയ്തിട്ട് ഒരു ഫേക്ക് ഐ ഓഫ് അഗമോട്ടോ ധരിക്കുന്നത്.